അമിത വാദ്യഘോഷമില്ല. ചുരുക്കം സംഗീത ഉപകരണങ്ങൾ കൊണ്ട് മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹൃദയമലിയിക്കുന്ന സംഗീതത്താൽ കീഴടക്കിയ സലിൽദ എന്ന സലിൽ ചൗധരിക്ക് ഇന്ന് ജന്മശതാബ്ദി. വയലാർ പി ഭാസ്കരൻ, ONV, ശ്രീകുമാരൻ തമ്പി എന്നിവർക്കൊപ്പം ചേർന്ന് സലിൽ ചൗധരി സൃഷ്ടിച്ച ഗാനങ്ങളെല്ലാം തന്നെ ഇന്നും മലയാളിയുടെ ചുണ്ടിൽ ഈണമിടുന്നവയാണ്. രവീന്ദ്രനാഥ ടാഗോറിന് ശേഷം ബംഗാളി സംഗീതത്തിന്റെ തുടർച്ച ഏറ്റെടുക്കുകയും ഹിന്ദി ചലച്ചിത്രഗാന സംഗീത രംഗത്ത് വ്യത്യസ്തമായ ഒരിടം കണ്ടെത്തുകയും 60കളുടെ രണ്ടാം പാതി മുതൽ ഒരു പതിറ്റാണ്ടിലേറെ കാലം മലയാള ചലച്ചിത്ര ഗാനരംഗം കീഴടക്കുകയും ചെയ്ത സംഗീത വിസ്മയമായിരുന്നു സലിൽ ചൗധരി. സ്വയം സൃഷ്ടിച്ചെടുത്ത വ്യത്യസ്ത സരണികളിലൂടെ മലയാളികളുടെ സംഗീത ഭാവുകത്വത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച മൗലിക പ്രതിഭയായിരുന്നു അദ്ദേഹം. 1966 രാമു കരിയാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനിലൂടെ നാളിതുവരെ കേൾക്കാത്ത ഓർക്കസ്ട്രേഷനും വടക്കേ ഇന്ത്യൻ നാടോടി ഹിന്ദുസ്ഥാനി പാരമ്പര്യവുമായി മലയാള ചലച്ചിത്രഗാന സംഗീതരംഗത്തെത്തിയ സലിൽ ചൗധരി 27 ചിത്രങ്ങൾക്കായി 106 ഗാനങ്ങൾക്കാണ് സംഗീതം നൽകിയത്. ഈ മണ്ണും ഈ വിണ്ണും വരവേൽക്കയാണല്ലോ മാടത്താവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. വയലാറിനും ONVയ്ക്കും പി ഭാസ്കരനുമൊപ്പം നിരവധി ഗാനങ്ങൾക്കാണ് സലിൽ ചൗധരി ഈണമിട്ടത്. ഓണപ്പാട്ടുകൾക്കും അദ്ദേഹം ഈണം പകർന്നു. ഒരേ ഈണം ഉപയോഗിച്ച് വിവിധ കഥാസന്ദർഭങ്ങൾക്ക് വിവിധ ഭാവങ്ങൾ തീർക്കുന്ന സലിൽദായുടെ പതിവ് ശൈലി അദ്ദേഹം സംഗീതം നൽകിയ ഓണപ്പാട്ടുകളിലും കാണാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. ദക്ഷിണാമൂർത്തിയിലൂടെയും ദേവരാജനിലൂടെയും തുടക്കം കുറിച്ച ക്ലാസിക്കൽ സംഗീത പദ്ധതികൾക്കും കെ രാഘവനിലൂടെ സമാരംഭിച്ച നാടോടി ജനകീയ പാരമ്പര്യത്തിനും ബാബുരാജിലൂടെ വളർന്ന ഹിന്ദുസ്ഥാനി പാരമ്പര്യത്തിനുമൊപ്പം പാശ്ചാത്യ സംഗീത സാധ്യതകളും ഉത്തരേന്ത്യൻ ഫോക്ക് സംഗീത പാരമ്പര്യവും നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ പൊതുഭൂമികയെ അടയാളപ്പെടുത്തി തുടങ്ങിയത് സലിൽ ചൗധരിയിലൂടെയാണ്. പാശ്ചാത്യ സംഗീതത്തിലെ ഓർക്കസ്ട്രേഷന്റെ പ്രയോഗ സാധ്യതകൾക്ക് ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ അദ്ദേഹം മാർഗദർശിയായി. ഓർക്കസ്ട്രേഷനിൽ ധീരമായ പരീക്ഷണങ്ങൾ സ്വയം ആവിഷ്കരിച്ചു. പാശ്ചാത്യ രീതിയിലുള്ള ഓർക്കസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനി രാഗങ്ങളിലും നാടോടി ഈണങ്ങളിലും മെലഡിയുടെ വസന്തം വിരിയിച്ചു. സ്വപ്നത്തിൻ കോഴിമാര് ഇതിലേ പോയത് വസന്തം, വാസര സ്വപ്നത്തിൻ കോഴിമാര്. സംഗീത ജീവിതത്തിൽ ഒരിക്കലും ഗുരുക്കന്മാരില്ലാതിരുന്ന മലയാളികളെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു കേരള തീരത്തേക്ക് ഓണപ്പൂവിനെ മാടി വിളിക്കുന്ന ഗാനത്തിന്റെ പുതുമയാർന്ന ഓർക്കസ്ട്രേഷൻ. മലയാളത്തിന് ഉത്സവ ഈണങ്ങൾ തീർത്ത മാസ്മരിക സംഗീതാനുഭവമാണ് മലയാളി കാലമേറെ കഴിഞ്ഞിട്ടും ഇന്ന് കാതോർത്ത് കഴിയുന്ന സലിൽദായുടെ ഈണങ്ങൾ. മയം
ന്യൂസ് ഡെസ്ക്.